السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي رسولنا صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها المؤمنون، قال الله سبحانه وتعالى: ثم جعلناك على شريعة من الأمر فاتبعها ولا تتبع أهواء الذين لا يعلمون. الله سبحانه وتعالى അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞൊരായത്താണ് ഓതി വച്ചത്. അതിൻ്റെ ആശയം പറയുന്നതിന് മുമ്പ് നമ്മൾ കടന്നു വരുന്ന അല്ലെങ്കിൽ നമുക്ക് കടന്നു വരാനുള്ള റമദാൻ മാസം, ആ റമദാൻ മാസത്തിലെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും: لا يزال الدين ظاهرا حتى عجل الناس الفطر فإن اليهود والنصارى يؤخرون. ജനങ്ങൾ അല്ലെങ്കിൽ ദീൻ, ഇസ്ലാം എന്ന മതം അത് ളാഹിറായിരിക്കും, പ്രകടമായിരിക്കും, വിജയിച്ചു നിൽക്കും. حتى عجل الناس الفطر, അവർ നോമ്പ് തുറക്കുന്നത് ആ വിഷയത്തിൽ ധൃതിപ്പെടുന്നിടത്തോളം കാലം ഇസ്ലാം അത് പ്രകടമായിട്ട് തന്നെ നിലകൊള്ളും. ഫഇന്നൽ യഹൂദ വന്നസാറ യുഅഖിറൂൻ, തീർച്ചയായും ജൂത ക്രിസ്ത്യാനികൾ അവർ അതിനെ പിന്തിപ്പിക്കുന്നു, വൈകിപ്പിക്കുന്നു. നോമ്പ് തുറക്കുന്നതിനെ ജൂത ക്രിസ്ത്യാനികൾ അവർ പിന്തിപ്പിക്കുന്നു. നിങ്ങൾ അതിനെ മുന്തിപ്പിക്കുന്നിടത്തോളം, സമയമായ ഉടനെ അത് നോമ്പ് തുറക്കുന്നിടത്തോളം കാലം ദീൻ അത് ളാഹിറായിട്ടിരിക്കും, അത് വിജയിച്ചിരിക്കും, അത് പ്രകടമായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നോമ്പിൻ്റെ റമദാൻ മാസത്തിലായാലും ഏത് കാലത്തിലായാലും നമ്മൾ സ്വീകരിക്കേണ്ട ഒരു നിലപാടാണിത്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യം പഠിപ്പിക്കുമ്പോൾ പ്രത്യേകിച്ചൊരു കാര്യം പറഞ്ഞു: തീർച്ചയായും ജൂതന്മാരും ക്രിസ്ത്യാനികളും അതിനെ പിന്തിപ്പിക്കുന്നവരാണ്, വൈകിപ്പിക്കുന്നവരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു ഹദീസിൽ, അതായത് സ്വഹാബികൾ അവർ വന്ന് ചോദിക്കുകയാണ്, ജൂതന്മാർ ഹൈദുള്ള സമയത്ത് ഭാര്യമാരുമായി അവരുടെ ജീവിതം നേരെയുള്ള നിലക്ക് അവർ തമ്മിൽ ഉണ്ടാകുന്നില്ല, അതായത് അടുത്തിരിക്കാൻ പറ്റുകയില്ല, തൊടാൻ പറ്റുകയില്ല. ആ രൂപത്തിലാണ് ഹൈദായി കഴിഞ്ഞാൽ ജൂതന്മാർക്ക് ഭാര്യമാരെ അവർ മോശമായ ഒരു വസ്തുവായിട്ടാണ് ആ സമയത്ത് അവർ കാണുക. ഈ സമയത്ത് ഈ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മദീനക്കാർ ചോദിക്കുകയും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുമായി ഇടപഴകാനും അതുപോലെ തന്നെ ഹൈദുള്ള കാലഘട്ടങ്ങളിലും അവരുമായി ജീവിതം പങ്കിടുവാനും, എന്നാൽ ഹൈദിൻ്റെ സമയത്ത് ജിമാഅ്
അതായത് ഇന്റർ കോഴ്സ് അത് ഒഴിവാക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ജൂതന്മാർ അവർ പറയുകയുണ്ടായി, എന്താണ് ഈ ആളുടെ അവസ്ഥ, എന്താണ് ഈ ആളുടെ അവസ്ഥ? എന്തൊരു കാര്യമുണ്ടെങ്കിലും ആ വിഷയത്തിൽ ഞങ്ങളെ ഈ മനുഷ്യൻ എതിർക്കുകയാണ്, ഞങ്ങളോട് എതിരിടുകയാണ്. ജൂതന്മാരും ക്രിസ്ത്യാനികളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നും മനസ്സിലാക്കിയ ഒരു കാര്യം അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് എതിരിട്ട് നിന്നിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് പഠിപ്പിച്ചു തന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ പറഞ്ഞ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, താങ്കളെ നാം നേരായ നല്ലൊരു ശരീഅത്തിൽ നിയമത്തിലാക്കിയിരിക്കുന്നു. എന്നാൽ താങ്കൾ എന്ത് ചെയ്യരുത്, സ്വന്തം ഇഷ്ടങ്ങളെ പിൻപറ്റിയ ആളുകളുടെ പുറകിലൂടെ, അവരുടെ ഇഷ്ടങ്ങളുടെ, അവരുടെ തോന്നലുകളുടെ പുറകിലൂടെ താങ്കൾ പോകരുതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉപദേശിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരുപാടാണ് ഇത്തരം ഹദീസുകളും സന്ദർഭങ്ങളും ഒരുപാട് നമുക്ക് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു കാര്യം നമുക്ക് കാണാം. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ മുറ്റങ്ങൾ വൃത്തിയാക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. തീർച്ചയായും ജൂതന്മാർ അവരവരുടെ മുറ്റങ്ങൾ വൃത്തിയാക്കുന്നില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതിനാൽ നിങ്ങൾ നിങ്ങളുടെ മുറ്റങ്ങൾ വൃത്തിയാക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു. അങ്ങനെ എന്തൊക്കെ വിഷയങ്ങളുണ്ടോ, ഖാലിഫുൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളോട് നിങ്ങൾ എതിരാകണം. നിങ്ങൾ മുശ്രിക്കുകളോട് എതിരാകണം. നിങ്ങൾ നിങ്ങളുടെ താടികൾ നീട്ടി വളർത്തണം. അതുപോലെ തന്നെ മീശകൾ വെട്ടിച്ചുരുക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, മുഅ്മിനീങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു. മൊബൈലുകളും കാര്യങ്ങളും അതൊക്കെ എടുത്തു വെക്കുക. അതൊന്നും ഉപയോഗിക്കാനുള്ള സമയമല്ല ഖുത്ബയുടെ സമയം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ് ولا يكونوا كالذين أوتوا الكتاب من قبل فطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അലം യഅനി ലില്ലദീന ആമനു, മുഅ്മിനീങ്ങൾക്ക് സമയമായിട്ടില്ലേ, അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്റിലേക്ക്, സ്മരണയിലേക്ക് അവരുടെ ഹൃദയങ്ങൾ കൊണ്ട് അവർ വിനയപ്പെടുവാൻ അവർക്ക് സമയമായിട്ടില്ലേ? വമാ നസല മിനൽ ഹഖ്, അല്ലാഹുവിൽ നിന്ന് ഇറങ്ങിയ ഹഖിലേക്ക് താഴ്മയോടുകൂടി വരാൻ അവർക്ക് സമയമായില്ല. വലാ യകൂനു, അവർ ആകാതിരിക്കാനും സമയമായിട്ടില്ലേ, കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ, അവർക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകളെ പോലെ ആകാതിരിക്കാൻ അവർക്ക് സമയമായില്ല. ഫതാല അലൈഹിമുൽ അമദ്, അവർക്ക് കാലഘട്ടം ഇങ്ങനെ കൂടിയപ്പോൾ ഫഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. വകസീറും മിൻഹും ഫാസിഖൂൻ, അവരിൽ അധിക പേരും ദുർമാർഗികളായി പോയി എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളോട് പറയുകയാണ്. അങ്ങനെ ഈ ദീനിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കാര്യത്തെ എടുത്തു പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു കാര്യം എടുത്തു പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ്, നിങ്ങൾ ഖബറുകളെ മസ്ജിദുകളാക്കരുത്, ആരാധനാലയങ്ങളാക്കരുത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്ന മൻ കാന ഖബ്ലകും കാനൂ യത്തഖിദൂന ഖുബൂറ അംബിയാഇഹിം വസാലിഹീഹിം മസാജിദ, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിരുന്ന ആളുകൾ അവരുടെ അമ്പിയാക്കളുടെയും അതുപോലെ സാലിഹീങ്ങളുടെയും ഖബറുകളെ മസ്ജിദുകളാക്കിയിരുന്നു, ആരാധനാ കേന്ദ്രങ്ങളാക്കിയിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നമുക്കറിയാം, പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മളുടെ നാട്ടിൽ, അതായത് നമ്മളുടെ നാടിനടുത്ത് പറവൂരുള്ള ഒരു സ്ഥലത്ത് ഒരാളുടെ ഖബറുണ്ട്. അവിടെ പേര് അബ്ദുൽ ജലീൽ എന്നാണ്. അബ്ദുൽ ജലീൽ ബാവ എന്നാണ് പേര്. വർഷങ്ങൾക്ക് മുമ്പ്, അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയ ആളുടെ ഖബറാണ്. പക്ഷേ ആ അബ്ദുൽ ജലീൽ എന്ന് പറയുന്നത് ക്രിസ്ത്യാനിയാണ്. ആ ഖബർ കെട്ടി പൊക്കിയിട്ടുള്ളത് ക്രിസ്ത്യാനികളാണ്. സഹോദരങ്ങളെ, ഇതിനേക്കാൾ വലിയ എന്ത് ഉദാഹരണമാണ് നമുക്ക് വേണ്ടത്? ഇപ്പുറത്തെ അബ്ദുൽ ജലീൽ എന്ന ക്രിസ്ത്യാനിയുടെ ഖബറാണ് കെട്ടിപ്പൊക്കിയതെങ്കിൽ അപ്പുറത്തെ അബ്ദുൽ ജലീൽ എന്ന മുസ്ലിമിന്റെ ഖബർ കെട്ടിപ്പൊക്കുന്നു നമ്മളുടെ ആളുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിരോധിച്ചു. അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു.
എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കാരണം പറഞ്ഞത് അവർ അങ്ങനെ ചെയ്യുന്നു എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലിഫുൽ യഹൂദ്, നിങ്ങൾ ജൂതന്മാരോട് എതിരിടണം. ഫഇന്നഹും ലാ യുസല്ലൂന ഫീ നിആലിഹിം വലാ ഖുഫൂഫിഹിം, അവരവരുടെ ഖുഫമേലോ അതുപോലെ തന്നെ ചെരുപ്പുകൾ അണിഞ്ഞുകൊണ്ടോ നിസ്കരിക്കുന്നില്ല. അതിനാൽ നിങ്ങൾ ജൂതന്മാരോട് എതിരാകണം. ചെരുപ്പുകൾ അണിഞ്ഞ് നിസ്കരിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം തന്നു. ഖുഫ ധരിച്ച് നിസ്കരിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചു. അത് നല്ലതായി പഠിപ്പിച്ചു. നമ്മുടെ നാട്ടിൽ ഇന്ന് ഇങ്ങനെയുള്ള കാർപ്പറ്റുകളുള്ള പള്ളികളായതിനാൽ തന്നെ പൊതുവെ അത് ഉപയോഗിക്കുന്നത് നമുക്ക് പരിചയമില്ല, നമ്മളുടെ നാട്ടിലും അത് പരിചയമില്ല. എന്നാൽ നമുക്ക് അവസരം കിട്ടുമ്പോൾ ആ സുന്നത്ത് നമുക്ക് നിർവഹിക്കാവുന്നതാണ്. നമ്മൾക്ക് കഴിയാവുന്ന സ്ഥലങ്ങളിൽ ചെരുപ്പുകൾ അണിഞ്ഞുകൊണ്ട് നിസ്കരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഖാലിഫുൽ യഹൂദ്, നിങ്ങൾ ജൂതന്മാരോട് എതിരാകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് സ്ഥലങ്ങളിൽ പല സന്ദർഭങ്ങളിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തസഹറു ഫഇന്ന ഫി സുഹൂരി ബറക, നിങ്ങൾ അത്താഴം കഴിക്കണം, തീർച്ചയായും അത്താഴത്തിൽ ബറക്കത്തുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ ഹദീസ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന രണ്ടാമത്തെ ഹദീസ്, അംർ ഇബ്നു അൽ ആസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ الفصل الذي بيننا وبين الفصل بين صيامنا وبين صيام أهل الكتاب أكلة السحور, അത്താഴം കഴിക്കലാണ് നമുക്കും അഹ്ലു കിതാബുകാരുടെ വേദക്കാരുടെ നോമ്പും തമ്മിലുള്ള വ്യത്യാസം അത്താഴം കഴിക്കലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ജൂതന്മാർ പറഞ്ഞതുപോലെ ഏതൊരു കാര്യമാണോ ആ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് എതിരിടാൻ നിന്നിട്ടില്ല. മുഹറം നോമ്പ്, അതിന്റെ 10ാമത്തെ ദിവസം മുഹറം 10 ജൂതന്മാർ അവർ നോമ്പ് നോറ്റിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 9 കൂടെ അവരോട് എതിരായി കൊണ്ട് 9 കൂടെ നോക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ ദീൻ മറ്റേതു മതങ്ങളെയും പോലെയല്ല, മറിച്ച് മറ്റു മതങ്ങളോട് മാറി നിൽക്കുന്ന, വേറെ തന്നെ നിൽക്കുന്ന ദീനാണ് ഇസ്ലാം എന്ന ദീൻ എന്ന് അള്ളാഹുവിൻ്റെ കിതാബും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനും അതായത് ഹദീസുകളും പഠിക്കുന്ന ഏതൊരുക്കും സുതരാം വ്യക്തമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിനെ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദു. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ദീൻ അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ് ഈ കഴിഞ്ഞുപോയ മതക്കാരെ അവരോട് എതിരാവുക എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. വലാ തകൂനു കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും, അള്ളാഹുവിനെ മറന്നു കളഞ്ഞ ആളുകളെ പോലെ നിങ്ങളായി തീരരുത്. ഫഅൻസാഹും അൻഫുസഹും, അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കൊണ്ട് തന്നെ അവരെ മറപ്പിച്ചു കളഞ്ഞു എന്ന് റസൂൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ മറ്റൊരു കാര്യം കൂടി അറിയിച്ചു തന്നു. ഈ ഉമ്മത്തിന്റെ അവസ്ഥ എന്താകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ല തത്തബിഉന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഅ ഹത്താ ലൗ ദഖലു ജുഹ്റ ദബ്ബിൻ ലദഖൽതുമൂഹ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, നിങ്ങളുടെ മുൻഗാമികളുടെ നിങ്ങളുടെ മുന്നുണ്ടായിരുന്ന ആളുകളുടെ ചര്യകൾ പിന്തുടരുന്നത് ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങളത് പിന്തുടരും. അവരെങ്ങാനും ഒരു ഉടുമ്പിന്റെ മാളത്തിൽ പ്രവേശിച്ചാൽ നിങ്ങളും അതിൽ പ്രവേശിക്കുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ സ്വഹാബത്ത് ചോദിക്കുകയാണ്, അൽ യഹൂദു വൻ നസാറ, ജൂതന്മാരും ക്രിസ്ത്യാനികളുമാണോ റസൂലേ എന്ന് സ്വഹാബത്ത് ചോദിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമനിൽ ഖൗം, അവരല്ലാതെ പിന്നെ ആരാണ്? സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്ന ആ അവസ്ഥയാണോ നമുക്ക് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മളുടെ വസ്ത്രങ്ങൾ പ്രസംഗത്തിനും വേണ്ടിയും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ദഅവത്തിനു വേണ്ടി കയറുന്ന ആളുകൾ പോലും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ രൂപത്തിലുള്ള ഒരു രൂപത്തിൽ പ്രസംഗിക്കാൻ വേണ്ടി കയറുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. മുസ്ലിമീങ്ങളുടെ വേഷം അവർക്ക് പോലും അഭിമാനമായി തോന്നുന്നില്ല. മറിച്ച് യൂറോപ്യൻ സംസ്കാരവും അതുപോലെ തന്നെ അമേരിക്കൻ സംസ്കാരവുമാണ് അവരുടെ പ്രസംഗിക്കാൻ വേണ്ടി, ദീന് പറയാൻ വേണ്ടി കയറുന്ന ആളുകളുടെ പോലും
വസ്ത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്ന് എത്രമാത്രം ഖേദകരമാണ്. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എതിരിടാൻ പറഞ്ഞ ഏതൊക്കെ വിഷയങ്ങളുണ്ടോ അവരുടെ ദീനിന്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ അവരുടെ എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളിലും അവരെ അതാ മനുഷ്യർ പിന്തുടരുകയാണ്. അവർ താടി നീട്ടി വളർത്തിയാൽ ആളുകൾ, മുസ്ലിമീങ്ങൾ, യുവാക്കൾ താടി നീട്ടി വളർത്തുന്നു. അവർ താടി വടിച്ചു വന്നാൽ അതാ മുസ്ലിമീങ്ങൾ താടി വടിച്ചു വരുന്നു. അവർ നെരിയാണിക്ക് മുകളിൽ പൈന്റ് കയറ്റി വസ്ത്രം കയറ്റി കൊടുത്താൽ അതാ യുവാക്കൾ നെരിയാണിക്ക് മുകളിൽ കയറ്റി കൊടുക്കുന്നു. അവർ നെരിയാണിക്ക് താഴെ ഉടുത്താൽ അതാ മുസ്ലിമീങ്ങൾ നെരിയാണിക്ക് താഴെ വസ്ത്രം ഉടുക്കുന്നു. അവർ ലൂസുള്ള, അതായത് അയഞ്ഞിട്ടുള്ള പാന്റുകൾ ധരിച്ചാൽ അതാ മുസ്ലിമീങ്ങൾ അത് ധരിക്കുന്നു. അവർ ഇറുകിയത് ധരിച്ചാൽ അതാ മുസ്ലിങ്ങൾ അത് ധരിക്കുന്നു. സഹോദരങ്ങളെ, എന്തൊരു കാര്യത്തിലും അവർ ഇടത്തോട്ട് തുപ്പിയാൽ അവരിടത്തോട്ട് തുപ്പുന്നു. ഇടത് കൈകൊണ്ട് കഴിച്ചാൽ ഇടത് കൈകൊണ്ട് കഴിക്കുന്നു. വലത്തോട്ടാണെങ്കിൽ വലത്തോട്ട്. അവരെന്ത് ചെയ്യുന്നു? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വലത് കൈകൊണ്ട് കഴിക്കാൻ പറഞ്ഞു, അത് ഞങ്ങൾക്ക് വിഷയമല്ല. എന്നാൽ യൂറോപ്യന്മാർ എങ്ങനെയാണ് ചെയ്യുന്നത്? വലത് കൈ കൊണ്ടാണോ? ഞങ്ങൾ തയ്യാറാണ്. യൂറോപ്യന്മാർ ഇടത് കൈ കൊണ്ടാണോ? എങ്കിൽ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മുഅ്മിനീങ്ങൾ കടന്നു വന്നു. മുസ്ലിം യുവാക്കളുടെ തലകൾ എന്താണ് അവസ്ഥ? അവരുടെ മുടികൾ ഏതോ ഫാനോ അതുപോലെയുള്ള ചെടികൾ വെച്ചതുപോലെയുള്ള മുടിയാണ് മുസ്ലിം യുവാക്കൾക്കുള്ളത്. എവിടെ നിന്നാണ് മുഅ്മിനീങ്ങൾക്ക് അത് കിട്ടിയത്? അത് കുഫാറുകൾ അവരുടെ തലകൾ ചെയ്ത് കാണിച്ചു കൂട്ടുന്ന കോലങ്ങൾ എന്തൊക്കെയുണ്ടോ, ഒരു വര അവരിട്ടിട്ടുണ്ടെങ്കിൽ ആ വര നമ്മൾ ഇടുന്നു. 2 വരയിട്ടാൽ 2 വരയും നമ്മൾ സ്വീകരിക്കുന്നു. ഇത്തരത്തിൽ ചാണിന് ചാണായി എന്ന് പറഞ്ഞതിനേക്കാൾ ചെറുതായി, സെന്റിമീറ്ററിന് അതിനേക്കാൾ മില്ലിമീറ്ററിനോളം അവരെ പിന്തുടരുന്ന അവസ്ഥയാണ് മുസ്ലിങ്ങളായ യുവാക്കൾക്കുള്ളത് എങ്കിൽ സഹോദരങ്ങളെ, നമ്മളെ സൂക്ഷിക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ കൂട്ടർ അത് നമ്മളാണോ എന്ന് നമ്മളെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള ഒരു ആഘോഷമാണ്, ക്രിസ്ത്യാനികളുടെ ആഘോഷമാണ് ക്രിസ്തുമസ് എന്ന് പറയുന്ന ആഘോഷം. ആ ആഘോഷത്തെക്കുറിച്ച് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ വ്യക്തമായി പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കുട്ടിയുണ്ടെന്നും ആ കുട്ടി ജനിച്ചതാണെന്നും അത് ലോകത്തിന്റെ റബ്ബാണെന്നും വിശ്വസിക്കുന്നവർ, ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായി അവർ കാണുന്ന ആഘോഷം, ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം അവരുണ്ടാക്കിയ ആഘോഷം, ആ ആഘോഷത്തിൽ ആശംസകൾ നേരാൻ ഇസ്ലാമിക സമൂഹത്തിലെ നേതാക്കന്മാർ കടന്നു ചെല്ലുന്നു. ആ ആഘോഷത്തിന് കൂടെ നിൽക്കാൻ, ആ ആഘോഷത്തിന്റെ കേക്ക് മുറിക്കാൻ, ആ ആഘോഷത്തിന് ഒപ്പം തുള്ളാൻ സാധാരണക്കാരല്ല, മറിച്ച് ദീനിന്റെ പേര് നൽകപ്പെട്ട ആളുകൾ, അതിന്റെ പോസ്റ്ററിലും ബാനറിലും നടക്കുന്ന ആളുകൾ, ആ ആളുകൾ ഈ തരത്തിലുള്ള പരിപാടികളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതുപോലെ നമ്മളുടെ ഉമ്മത്തിൽ കാണുകയാണ്. സഹോദരങ്ങളെ, ദീനിന്റെ ഇജ്ജത്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ലാ യസാലു ദീനു ളാഹിറ, ദീൻ അത് പ്രകടമായി തന്നെ നിൽക്കും. മാ അജ്ജല നാസുൽ ഫിത്ർ, ഫിത്ർ ജനങ്ങൾ അവർ മുന്തിക്കുന്നിടത്തോളം എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാരണം പറഞ്ഞു, തീർച്ചയായും ജൂതന്മാരും ക്രിസ്ത്യാനികളും അത് പിന്തിപ്പിക്കുന്നവരാണ്. ആ നോമ്പ് തുറക്കുന്ന വിഷയത്തിൽ പോലും, നോമ്പ് തുറക്കലാണ്, നല്ല കാര്യമാണ്, പുണ്യം കിട്ടുന്നതാണ്. പക്ഷെ ആ വിഷയത്തിൽ പോലും ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ചര്യയായി പോകാതിരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ശ്രദ്ധിച്ചു. അങ്ങനെ ചര്യ ചെയ്യുക എന്നത് ദീനിന്റെ ആളുകളുടെയും നിന്ദ്യതയ്ക്ക് കാരണമാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എപ്പോഴൊക്കെ അവരിൽ നിന്നും ഭിന്നമാണോ അപ്പോൾ നിങ്ങൾ ഇജ്ജത്തിലായിരിക്കും, പ്രതാപത്തിലായിരിക്കും. എപ്പോഴാണോ അവരെ പോലെയാകുന്നത് അന്ന് മുതൽ നിങ്ങളുടെ ഇജ്ജത്ത് ഇല്ലാതെയാകുമെന്ന ധ്വനിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചത്. സഹോദരങ്ങളെ, എന്താണ് നമ്മളുടെ ഉമ്മത്തിന് പറ്റിപ്പോയത്? സ്റ്റാറ്റസ് ഇടാൻ എല്ലാവർക്കും അറിയാം. ഗസയിൽ കുഞ്ഞുങ്ങൾ പിടഞ്ഞു മരിക്കുന്നു. അതുപോലെ തന്നെ സിറിയയിൽ ഒരു നിയന്ത്രണമോ ഒരു കാരണമോ കൂടാതെ അതിക്രമിച്ച് കയറുകയും അതുപോലെ തന്നെ അവിടെയുള്ള സകലതും നശിപ്പിക്കാൻ വേണ്ടി ആയുധങ്ങൾ ഉപയോഗിക്കുന്നു. ആരും ചോദിക്കാനില്ല, ആരും പറയാനില്ല. സ്റ്റാറ്റസുകളിൽ അതുപോലെ തന്നെയുള്ള ബോക്സുകളിൽ കോളങ്ങളിൽ എഴുതാൻ മുസ്ലിമീങ്ങൾക്കറിയാം. എന്നിട്ട് ആരാണോ അത് ചെയ്യുന്നത് അവരുടെ പിറകിൽ പോയി അവരുടെ ആഘോഷങ്ങൾക്ക് ചൂട്ടുപിടിക്കുന്ന അവസ്ഥയാണ് മുസ്ലിം സമൂഹത്തിനെങ്കിൽ എവിടെ നിന്നാണ് മുസ്ലിമീങ്ങൾക്ക് ഇജ്ജത്ത് ലഭിക്കാനുള്ളത്? ഗസയിൽ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലാൻ വേണ്ടി ആയുധങ്ങൾ കൊടുക്കുന്നവനെ സിന്ദാബാദ് വിളിക്കുകയാണ് അവരുടെ ആഘോഷങ്ങൾ വരുമ്പോൾ. ഗസയിൽ
പിഞ്ചു കുഞ്ഞുങ്ങൾ പിടഞ്ഞു മരിക്കുമ്പോൾ അവരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ഇവിടെ കേക്ക് മുറിക്കുകയാണ്. അവരെ കൊല്ലുന്നവരുടെ കൂടെ കേക്ക് മുറിക്കുകയാണ്. സഹോദരങ്ങളെ, എന്താണ് ദീനിന് നമ്മൾ കൊടുത്തിട്ടുള്ള വില? മുസ്ലിമീങ്ങളുടെ രക്തത്തിന് എന്താണ് നമ്മൾ കൊടുത്തിട്ടുള്ള വില? ഇതിന്റെ അർത്ഥം ഏതെങ്കിലും സമരപരിപാടികളോ അതുപോലെ തന്നെ ഏതെങ്കിലും അറിവില്ലാത്ത അതുപോലെ തന്നെ കാര്യമില്ലാത്ത ഉപകാരമില്ലാത്ത കാര്യങ്ങളിലേക്ക് മുന്തിരിഞ്ഞിറങ്ങാനല്ല ഞാൻ ഈ പറയുന്നത്. മറിച്ച് ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അള്ളാഹുവിന്റെ ദീൻ അത് ഇസ്സത്തിലായിരിക്കും അവരെ പിന്തുടരാത്ത കാലത്തോളത്തോളം. എന്നാൽ മുസ്ലിം സമൂഹം അധപ്പതിച്ചിരിക്കുന്നു. അവരെ പിന്തുടരുന്നതിലാണ് അവർ അഭിമാനം കണ്ടെത്തുന്നത്, ഇസ്സത്ത് കണ്ടെത്തുന്നത് അതിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചു, വലില്ലാഹിൽ ഇസ്സത്തു ജമീഅ, ഇസ്സത്ത് വേണമെങ്കിൽ അത് മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലാണെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചു. സഹോദരങ്ങളെ, അങ്ങനെയുള്ള ഈ ആളുകൾ നടത്തുന്ന മറ്റൊരു പരിപാടിയാണ് ജനുവരി 1-ന് അതുപോലെ തന്നെ ഡിസംബർ 31-ന് അവരുടെ മറ്റൊരു ആഘോഷമുണ്ട്. അതവരുടെ ദീനുമായി ബന്ധപ്പെട്ട ആഘോഷമാണ്. അവരുടെ ദീനുമായി ബന്ധപ്പെട്ട ആഘോഷമാണ്. ഏതെങ്കിലും ഒരു കലണ്ടറിൽ താനെ കടന്നുകൂടിയ ഒരു ആഘോഷമല്ലത്. ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മാർച്ച് 25-ന് ന്യൂ ഇയർ ആഘോഷിച്ചിരുന്ന കാലമുണ്ടായിരുന്നു. മാർച്ച് 25-ന്. അതിനുശേഷം അത് ഡിസംബർ 25 അതിനുശേഷം ജൂലിയസ് സീസറാണ് അതിനുശേഷം ജനുവരി 1-ലേക്ക് അത് കൊണ്ടുവന്നത്. അതിനുശേഷം ഗ്രിഗറി കലണ്ടറിൽ അതുപോലെ തന്നെ ആ ജനുവരി 1-ന് എടുത്തു കൊണ്ടുവന്നു. എവിടെ നിന്നാണ് അവർക്ക് ഈ ദിവസങ്ങൾ കിട്ടിയത്? ജനുവരി 25 അവരുടെ ദൈവത്തിന്റെ ജനനം എന്ന് പറയുന്ന ദിവസമെന്ന ക്രിസ്തുമസ് ആയിരുന്നു ആദ്യത്തെ ജന്മദിന അല്ലെങ്കിൽ ആദ്യത്തെ പുതുവത്സരം. പിന്നീട് അത് മാറ്റി ജനുവരി 1-ലേക്ക് പോയി. അതെന്താണ്? ആ യേശു എന്ന് അവർ വിളിക്കുന്ന ഈസാ അലൈഹിസ്സലാമിന് സുന്നത്ത് കഴിക്കുകയും സുന്നത്ത് കർമ്മം നിർവഹിക്കുന്ന ദിവസം, സർക്കുംസെന്റ് അതായത് ചേലാകർമ്മം അത് നിർവഹിക്കുന്ന ദിവസമാണ് ജനുവരി 1 എന്ന് ആർക്ക് വേണമെങ്കിലും ഇന്ന് അന്വേഷിച്ചാൽ കണ്ടെത്താവുന്ന കാര്യമേ ഉള്ളൂ. എന്താണ് ജനുവരി 1-ഉം ക്രിസ്ത്യാനികളും തമ്മിലെന്ന് ഒന്ന് അന്വേഷിച്ചു നോക്കിയാൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകും. അവർ അവരുടെ ആരാധനകൾ നടത്തുന്ന ദിവസമാണ് ജനുവരി 1. ആളുകൾ വെടിപൊട്ടിക്കുകയും അതുപോലെ തന്നെ കോലം കത്തിക്കുകയും അതിനു പിന്നാലെ രാത്രി ഉറക്കമിളക്കുകയും ചെയ്യുന്നത് അവരുടെ ആരാധനാ ദിവസമാണ്. അതല്ലാതെ ഏതെങ്കിലും ഒരു ആഘോഷത്തെ അത് ദേശീയ ആഘോഷമോ ആഗോള ആഘോഷമോ ആക്കിയത് കൊണ്ട് അതവരുടെ മതമല്ലാതാകുന്നില്ല. അവരുടെ കയ്യൂക്കുകൊണ്ട് അവരതിനെ ദേശീയവും അതുപോലെ തന്നെ ആഗോളവുമാക്കി എന്നതല്ലാതെ അതവരുടെ മതമല്ലാതാകുന്നില്ല. അവർ അത് ചുവന്ന മെഴുകുതിരികൾ കത്തിക്കുന്നു, വയസ്സിന്റെ എണ്ണത്തിനടിസ്ഥാനത്തിൽ മെഴുകുതിരികൾ കത്തിക്കുന്നു. അതുപോലെ തന്നെ രാജാക്കന്മാരുണ്ടെങ്കിൽ അവരതുപോലെ തന്നെ ആദരിക്കുന്നു. ഈ ദിവസങ്ങൾ അവർക്ക് പ്രത്യേകപ്പെട്ട ദിവസങ്ങളാണ്. സഹോദരങ്ങളെ, ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഇതിന്റെ എല്ലാം പിന്നിലൂടെ പോയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ ഒരൽപ്പം പോലും അള്ളാഹുവിനോട് അനുസരണയില്ലാതെ താഴ്മ കാണിക്കാതെ നമ്മൾ ആഗ്രഹിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനെ രക്ഷിക്കണമെന്ന്. എല്ലാ കാര്യത്തിലും ശത്രുക്കളുടെ കാലിനടിയിൽ തലവെച്ചിട്ട് ആ ശത്രുക്കൾ നമ്മൾ ഉപദ്രവിക്കരുത് എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ അതിനേക്കാൾ മൂഢമായ ഒരു ആഗ്രഹവും നമുക്ക് വേറെ ഉണ്ടാവുകയില്ല. സഹോദരങ്ങളെ, നമ്മൾ നമ്മളുടെ ദീനിനെ മുറുകെ പിടിക്കുന്നവരായിരിക്കണം. വേറൊരു ആൾക്കും വേറൊരു ദീനിനും അവകാശപ്പെടാനില്ലാത്ത കാര്യങ്ങളുള്ള ഗുണങ്ങളുള്ള ദീനാണിത്. മറ്റൊരു ദീനിനും ഇസ്ലാമിന് അവകാശപ്പെടാനുള്ള ഒന്നും അവകാശപ്പെടാനില്ല. അതിൻ്റെ യുക്തിഭദ്രതയിലും അതിൻ്റെ ഗുണങ്ങളിലും സൃഷ്ടികൾക്ക് അതുകൊണ്ടുള്ള ഉപയോഗത്തിലും ഇസ്ലാമിനെ പോലെ മറ്റൊരു ദീനില്ല. സഹോദരങ്ങൾ, അതുകൊണ്ട് അഭിമാനമുള്ളവരാകണം. മറ്റുള്ളവരുടെ ആഘോഷങ്ങളോ മറ്റുള്ളവരുടെ പെരുന്നാളുകളോ ആകരുത് നമ്മളുടെ ആഘോഷങ്ങൾ. സഹോദരങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ആഘോഷമായി കൊണ്ടു നടന്നിരുന്ന 2 ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് മാറ്റിക്കൊടുക്കുകയാണ് ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയുമായി. അതാണ് മുസ്ലിമീങ്ങളുടെ ആഘോഷം. ആ ആഘോഷത്തെ നന്നായി കൊണ്ടാടാൻ, ഈദുൽ ഫിത്റിന് നല്ല വസ്ത്രം ധരിക്കാൻ ആഗ്രഹിക്കാത്തവരാണ് ക്രിസ്തുമസിന് കേക്ക് വാങ്ങിക്കാൻ വേണ്ടി പോകുന്നത്. ഈദുൽ ഫിത്റിന് അതുപോലെ തന്നെ കുടുംബങ്ങളെ സന്ദർശിക്കാത്തവൻ ന്യൂ ഇയറിന് കുടുംബങ്ങളുമായി യാത്രകൾ ചെയ്യുകയാണ്. സഹോദരങ്ങളെ, തിരിച്ചു വരേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ ദീനിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. മുഴുവനായി കൊണ്ട് തിരിച്ചു വരേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ യുവാക്കൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നേരായതിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നേർമാർഗം നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഗസയിലും അതുപോലെ തന്നെ സിറിയയിലും അതുപോലെ തന്നെ പല നാടുകളിലും മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന
പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പട്ടിണി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, അതുപോലെ തന്നെ യതീമുകളായിക്കൊണ്ടിരിക്കുന്ന, അതുപോലെ തന്നെയുള്ള അവസ്ഥകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ പ്രയാസപ്പെടുന്ന മുഅ്മിനീങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പ്രയാസങ്ങൾ മാറ്റി നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല അവർക്കെതിരെ നിൽക്കുകയും അവരെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഓരോരുത്തരെയും അല്ലാഹു സുബ്ഹാനഹു തആല അവർക്കുള്ള കണക്ക് ഈ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് കാണാവുന്ന രൂപത്തിൽ കാണിച്ചു നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല ദീനിന് ഇസ്സത്ത് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്ൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ വദമ്മിർ അഅദാഅക അഅദാഅ ദീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.